ടെലിവിഷൻ ഷോകളിൽ നടി ഇന്ദ്രജ ഇന്ന് സജീവ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഇന്ദ്രജ ജഡ്ജായെത്തുന്ന തെലുങ്ക് റിയാലിറ്റി ഷോയാണ് ശ്രീദേവീസ് ഡ്രാമ കമ്പനി. ഈ ഒരു ഷോയ്ക്ക് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത തന്നെയാണുള്ളത്. ഈ ഒരു ഷോയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലിടയ്ക്ക് പ്രചരിക്കാറുണ്ട്. ഇവയും വളരെ വലിയ ശ്രദ്ധ തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാറുള്ളത്. ഷോയുടെ ഈ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ വ്യക്തിപരമായ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കവേ ഇന്ദ്രജ ആ ഒരു വേദിയിൽ വെച്ച് പൊട്ടിക്കരയുകയുണ്ടായി. മാതൃദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക എപ്പിസോഡിലാണ് ഈ ഒരു സംഭവം നടന്നത്. മരിച്ചുപോയ തന്റെ അമ്മയെക്കുറിച്ച് ഇന്ദ്രജ ഈ ഷോയിലൂടെ അപ്പോൾ സംസാരിക്കുകയുണ്ടായി. നമുക്ക് ജീവിതത്തിൽ എത്രയൊക്കെ വലിയ വലിയ വിലപ്പെട്ട ബന്ധങ്ങളുണ്ടെങ്കിലും അച്ഛനും അമ്മയും ഇല്ല എങ്കിൽ നമ്മൾ ശരിക്കും ജീവിതത്തിൽ അനാഥരാണ് എന്നാണ് നടി പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാതെ ജീവിതത്തിൽ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. തനിക്കും ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഇന്ദ്രജ തുറന്നു പറയുകയാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ അമ്മ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ എനിക്കത് സാധിച്ചു കൊടുക്കുവാൻ പറ്റിയിട്ടില്ല എന്ന് ഇന്ദ്രജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഒരു വേദിയിൽ വെച്ച് പറയുകയാണ്. ഷോയിലുള്ള മറ്റുള്ളവരും ഇത് കേട്ട് ആകെ വികാരഭരിതരായി മാറുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെയും ഇന്ദ്രജയുടെ വ്യക്തിജീവിതം വാർത്തയായി മാറിയിട്ടുണ്ട്. മുസ്ലിം മതസ്ഥനായ നടനും വ്യവസായിയും ഒക്കെയായ മുഹമ്മദ് അബ്സാറിനെയാണ് ഇന്ദ്രജ വിവാഹം കഴിച്ചത്. ദമ്പതികൾക്ക് സാറ എന്നൊരു മകളുമുണ്ട്. ഇരുവരും പ്രണയിച്ചിട്ടാണ് വിവാഹം ചെയ്തത്. ഇതേക്കുറിച്ചൊക്കെ നേരത്തെ നടി അഭിമുഖങ്ങളിലൂടെയൊക്കെ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. 6 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹം ചെയ്യുന്നത്. മുസ്ലിമായ ഒരാളെ വിവാഹം ചെയ്തതിൽ തന്റെ വീട്ടിൽ ഒന്നും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നടിയായതുകൊണ്ട് തന്നെ ശരിക്കും അയാളോടുള്ളത് പ്രണയമായിരിക്കുമോ എന്ന സംശയം അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കുണ്ടായിരുന്നുവെന്നും ഇന്ദ്രജ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും ഈ ഒരു തോന്നൽ മാറിയെന്നും ഇന്ദ്രജ വ്യക്തമാക്കി. അദ്ദേഹം എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ 20 ദിവസത്തോളം ഞാൻ മറുപടി നൽകുവാൻ ആലോചിക്കുവാൻ വേണ്ടി സമയമെടുത്തുവെന്നും നടിയെന്ന് പറഞ്ഞിരുന്നു. 2 അനുജത്തിമാരാണ് എനിക്കുള്ളത്. അവർക്ക് ഞാനൊരു മോശം ഉദാഹരണമാകുവാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ തന്റെ വിവാഹ ജീവിതം പരസ്പരം ഐക്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇന്ദ്രജ വ്യക്തമാക്കി. രണ്ടുപേരും തങ്ങളുടെ മതവിശ്വാസങ്ങളിൽ ഇടപെടാറില്ല. വീട്ടിൽ എനിക്കായി പ്രത്യേക പൂജാമുറിയുണ്ട്. ഞാൻ എൻ്റെ പൂജയും കാര്യങ്ങളുമൊക്കെ അതിലാണ് ചെയ്യുന്നത്. അവർക്കായി മറ്റൊരു പൂജാ സ്ഥലവുമുണ്ട്. താൻ ഒരിക്കലും നോൺ വെജ് കഴിക്കാറില്ല. അദ്ദേഹത്തിന് നോൺ വെജ് കഴിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ടാണ് കഴിക്കുന്നതെന്നും ഇന്ദ്രജ മുൻപ് ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നു. അതേസമയം മലയാളി സിനിമാ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട നടി കൂടിയാണ് ഇന്ദ്രജ. രാജാതി എന്നാണ് നടിയുടെ യഥാർത്ഥ പേര്. നായികയായി എത്തിയ ആദ്യ ചിത്രമായ ജന്തർ മന്തറിനൊപ്പം ആ സിനിമയിലെ തന്റെ കഥാപാത്രത്തിന്റെ പേരായ ഇന്ദ്രജ എന്ന പേര് തന്റെ സ്റ്റേജ് നാമമായി നടി സ്വീകരിക്കുകയായിരുന്നു. ഇന്ദ്രജ മലയാളത്തിൽ ചെയ്ത കഥാപാത്രങ്ങൾ പലതും ശ്രദ്ധ നേടിയെടുത്തതായിരുന്നു. ക്രോണിക് ബാച്ചിലർ എന്ന മമ്മൂട്ടി സിനിമയിൽ ഇന്ദ്രജ ചെയ്ത കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും. മോഹൻലാൽ ചിത്രമായ ഉസ്താദ്, സുരേഷ് ഗോപി ചിത്രം FIR, ജയറാമിന്റെ ചിത്രമായ മയിലാട്ടം തുടങ്ങിയ സിനിമകളും എടുത്തു പറയേണ്ടതാണ്. തമിഴ്, തെലുങ്ക് സിനിമാ ലോകത്ത് ഒരു കാലത്തെ തിരക്കേറിയ നടി കൂടിയായിരുന്നു ഇന്ദ്രജ. 1990കളിൽ തിളങ്ങിയ ഇന്ദ്രജ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതോടെയാണ് കരിയറിൽ നിന്നും കുറച്ചു കാലം മാറി നിന്നത്. വിവാഹത്തിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം നിരവധി തെലുങ്ക് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളുടെ സിനിമയിലേക്ക് ഇന്ദ്രജ തിരിച്ചെത്തിയിരുന്നു. നടി എന്നതിന് പുറമേ തന്നെ ശാസ്ത്രീയ സംഗീത ഗായികയും നർത്തകിയും ഒക്കെയാണ് ഇന്ദ്രജ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.